അത് പിന്നെ അടിച്ചില്ലല്ലോ ബെല്ല് അങ്ങോട്ട് കൊണ്ട് ചെല്ലാന്. ചെല്ലുമ്പോ അടിച്ചെങ്കിലോ? അടിക്കുമ്പോ കേൾക്കുന്നത് ബെല്ലായിരിക്കത്തില്ല, ചെവി കൂടെ മൂളലായിരിക്കും. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലയോ? നിങ്ങളെ കൊച്ചർക്കാരൊന്നും പഠിപ്പിച്ചില്ല. ഇതെല്ലാം ആനന്ദൻ എന്നെ പഠിപ്പിച്ചായിരുന്നു. നിന്നെ പഠിപ്പിച്ചു പറഞ്ഞ ഇത് വേണ്ട മറ്റേ സാധനം മതിയായിരുന്നു പറയും. ഇതെങ്ങനെ ഈ ചെക്കൻ എന്താ എന്നെ പഠിപ്പിച്ചാ മതിയായിരുന്നു. ECGയുടെ റിസൾട്ട് കണ്ടിട്ട് കമ്പി സ്ലൈഡ് വരച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞവനാ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മനുഷ്യ ഇതിനകത്ത് ആരെങ്കിലും നമ്മളെ വിളിക്കുവാണെങ്കിൽ 2 വട്ടവാ ഇതിനകത്തുള്ളത്. ഒരു പച്ചവട്ടവും ഒരു ചുമന്ന വട്ടവും. വിളിക്കുവാണെങ്കിൽ ഈ പച്ചവട്ടത്തിൽ പിടിച്ച് ഒരു തള്ള അങ്ങോട്ടങ്ങ് കൊടുക്കണം. ചെറുക്കൻ ഇപ്പൊ വിളിക്കുന്നു, ഞാൻ കാണിച്ചു തരാം. വിളിക്കുന്നു ഈ പച്ചയെ പിടിച്ച് ഒരു തള്ള അങ്ങോട്ട് കൊടുക്കണം. സംസാരിക്കാം. ഞാൻ പറയുന്ന കേക്കാമോ വല്ലിച്ചാച്ചോ? ഞാൻ പറയുന്ന നിനക്ക് കേക്കാമോടാ? കേക്കാം. വല്ലിച്ചാച്ച എവിടെ നിൽക്കും? എത്ര നേരം വിളിച്ചു? എവിടെ നിൽക്കും വല്ലിച്ചാച്ച? ഞാൻ ഈ വിളിക്കണേ ഈ ബസൂക്കൊക്കെ വരുന്ന സ്ഥലമില്ലയോ? ബസൂക്ക വന്നിട്ട് പോയിട്ട് 6 മാസമായല്ലോ. അത് മമ്മൂട്ടിയുടെ സിനിമ ബസൂക്ക എന്നല്ല പറഞ്ഞേ. നമ്മൾ ഈ ബസ്സൊക്കെ കയറാൻ വന്നേ ഇവിടെ ഇതില് ബസ് സ്റ്റാൻഡില്ലേ? ആ ബസ് സ്റ്റാൻഡില് അവിടെ ഇതുവരെ പോയില്ലയോ കോട്ടയത്തിന്? എടാ ഇവിടുന്ന് കോട്ടയത്തിന് ഇപ്പൊ വണ്ടിയില്ലെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നേരെ കോഴഞ്ചേരിയിൽ ഇറങ്ങണം. അത് കഴിഞ്ഞ് തിരുവല്ല ഇറങ്ങണം. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി ഇറങ്ങണം. അത് കഴിഞ്ഞ് കോട്ടയത്ത് ഇറങ്ങണം. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പഠിക്കൽ ഇറങ്ങണം. നീ എല്ലായിടത്തും ഇറങ്ങണം എന്നല്ലേ പറഞ്ഞു? നീ കയറണമെന്ന് പറയുന്നില്ലല്ലേ? ഞങ്ങൾ എവിടെ കയറും? ആ ബസ് വരുമ്പോ അതിനകത്ത് കയറി ഇറങ്ങി പോണോന്നല്ലേ പറഞ്ഞത്? ശരിയാ പിന്നെ വല്ലുമിച്ചെത്തിയേ നോക്കണേ. വല്ലുമിച്ച നോക്കാം. അങ്ങോട്ട് കൊടുത്തേ വല്ലുമിച്ചിനെ കൊടുത്തേ. പറയാത് കുഞ്ഞേ സംസാരിക്കുന്ന ആട്ടുകുട്ടി എവിടെ നിന്ന്? ആട്ടുകുട്ടിയല്ല മോനെ, വല്ലുമ്മച്ചിയെ പറവാനെ. പള്ളിച്ചാച്ചനെ നോക്കണേ. പള്ളിച്ചാച്ചനും ഇവിടെ ഉണ്ട്. ഒരു ചെറുക്കൻ കഴിഞ്ഞ് വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പള്ളിച്ചാച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്ലുമ്മച്ചിയെ നോക്കണമെന്ന് കേട്ടോ. അതങ്ങനെ വേണം മോനെ. പള്ളിച്ചാച്ചനെ കൊടുത്തേ. കാര്യം എന്തോന്ന് എനിക്കറിയാം, എന്നാലും കേട്ടോ. പള്ളിമ്മച്ചിയെ നോക്കണേ. പള്ളിമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട് വല്ലിച്ചാച്ചനെ നോക്കണേന്നെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ ബസ് വരുന്നോട് നോക്കണേ കേട്ടോ. നീ ഞങ്ങളോട് വരത്തില്ലായിരുന്നോടാ? അയ്യോ നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വെച്ചിട്ട് പോടാ, വോയിസ് ഓവർ കൊതിയാ. അങ്ങ് പോയാ അത് പോകും. മര്യാദക്ക് ആ ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാനെ. അവര് കുത്തി മലത്തൊന്ന് പേടിച്ചോണ്ട് അത് വെട്ടിക്കെട്ടോണ്ട് പോയത്. ാണോ വന്ന് കിടന്ന് കാണിക്കുന്നത്? നിങ്ങൾ ഇതെന്ത് ബസ്സിന്റെ ഇടച്ചെന്ന് കഴിഞ്ഞാൽ അത് വന്ന് വണ്ടേ കയറുമെന്ന് ബസ്. നീ എല്ലാം തലേ കയറുന്നത് അത്ര ഇല്ലല്ലോ ബസ് കയറുന്നത്. നിങ്ങൾ എന്തോ കണ്ടോണ്ട് നെളിക്കോ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശരീരം ഇട്ട് ഇളക്കരുതൊന്നു. ഇളക്കി വെക്കാൻ എന്റെ ശരീരം തട്ടുകടയോ? തട്ടുകടയെന്നല്ല, തട്ടി പോകുന്ന കാര്യമാ പറഞ്ഞു. അവിടെ കൊതി കണ്ടോ? തട്ടുകട പോകുന്ന കാര്യം പറഞ്ഞു. അതല്ല, ഞാൻ തട്ടി പോകുന്ന കാര്യം പറയാൻ ഇവിടോട്ട് വരണ്ട. ആ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ നിന്നാ മതിയെന്ന് ഞാൻ ഇങ്ങേരോട് പറഞ്ഞു. അന്നേരം പറ്റത്തില്ല, ബസ് സ്റ്റാൻഡിൽ തന്നെ അങ്ങ് പറഞ്ഞു. ഇത് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടേക്കുവാ. ഒരു സ്റ്റീൽ പൈപ്പ് മനുഷ്യനകത്ത് അരവല്ലേ കോരിയിരിക്കുന്ന അഹബാൾ വിട്ടുപോ ഉണ്ടാക്കി വെച്ചേക്കോ. ഓരോന്ന് മനുഷ്യനെ ഇരുത്താതിരിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ഷെഡ്. അങ്ങനെ പറയരുതെന്ന്. എന്താ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 25 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചേക്കാൻ 2 കമ്പും മേളിലൊരു കൂരെ ഉണ്ടാക്കി വെച്ചേക്കാം. മനുഷ്യന് ജീവിതകാലം പിന്നെ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കുന്നത് 5 ലക്ഷം കുടുവാ. മിണ്ടായിരുന്നു ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ ഒറ്റ വ്യക്തി കാരണമാ ചെറുക്ക പറഞ്ഞല്ലോ കാറ് വിട്ട് വിളിച്ചു തരാമെന്ന്. അപ്പൊ നിങ്ങൾക്ക് അത് വയ്യല്ലോ. സത്യം പറഞ്ഞ എനിക്ക് ബസ് മതി, അതാ ഇഷ്ടം. വേണ്ട, ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ 40 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്നോട് പറഞ്ഞില്ലല്ലോ കല്യാണം കഴിച്ചാൽ ഇവിടെ ഈ നരപ്പായ സ്ഥലത്ത് വന്ന് നിങ്ങൾക്കത് പറയാൻ തോന്നിയല്ലോ. എന്തെങ്കിലും ഒരു കുറവ് ഞാൻ നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടോ? ഇയാൾക്ക് ബസ് മതിയെന്ന്. ഉത്സവം കഴിഞ്ഞ് കൊടി ഇറക്കിയ നിറയൊക്കെ മുത്തുകൂടെ പിടിക്കണമെന്ന്. ഏതാവള് എന്തുവാ ഈ ബസുമതി? ഏതാന്ന് ബസുമതിയോ? ചെവിക്കാൻ താടലോകം വളർത്തിയോളെ ബസുമതി എന്നല്ല ഞാൻ പറഞ്ഞേ. ബസ്സില്ലേ ടാറ്റാക്കാർ പോലെ നിമിഷം നേരം കൊണ്ട് വണ്ടി കൊണ്ടൊക്കെ കാണിക്കത്തില്ല. എനിക്ക് ബസ് മതി, കാറ് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ബസ് മതി നല്ല പറഞ്ഞത്.